ഇപ്പൊ വേണ്ടത് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ആ കഥാപാത്രത്തിന് ഇനിയും പല കേസുകളും ആളുകൾ ഇപ്പൊ അതിനകത്ത് പറയാനൊരു വിഷയവും അതിനകത്ത് അത് പറഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത്. പിന്നെ മറ്റൊരു സ്കിനെ പറ്റി ഒന്നും ചിന്തിച്ചിരുന്നില്ല. ആ ഒരു ജേർണിയിൽ നിന്ന് ഇങ്ങനൊരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ളൊരു ജേർണി എന്താ ഫീൽ ചെയ്യുന്നത്? ആക്ച്വലി യു ആർ എ ഗുഡ് സിംഗർ ഓൾസോ. അത് അറിയുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ട്രാവൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് തലേദിവസം തന്നിരുന്നു സ്ക്രിപ്റ്റ്. പക്ഷെ രാവിലെ ഞാൻ അത് പഠിച്ചിട്ട് പോയപ്പോൾ വിഷ്ണു ചേട്ടൻ പറഞ്ഞു, അയ്യോ അവിടെ ഇതാണോ പഠിച്ചത്? വികൃതമായ മുഖത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനത്തെയൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ഓർക്കും. കാരണം അന്ന് ഞാൻ മറ്റേ ഇവർക്ക് ഒരു 20 മിനിറ്റ് എങ്ങാണ്ട് അവിടെ പെർമിഷൻ. പടം വർക്കായ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അപ്പൊ അതില് നീ ആയിരിക്കും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലാവല്ലേ ലാസ്റ്റ് ക്ലൈമാക്സ്? അല്ല അത് ചിലപ്പോ ഞാൻ അല്ലെങ്കിൽ അതപ്പം എഴുതിയത് വരും പറഞ്ഞു വേണ്ട വേറെ നടക്കിടയില്ലേ. അപ്പൊ പടം ഹിറ്റായിട്ടുണ്ടാവും പറയാം. അപ്പോഴേക്കും ആടിന്റെ പരിപാടി ഓണായിരുന്നു. കാരണം ആ ട്യൂണിൽ തന്നെ ഭയങ്കര ഇമോഷണൽ നമ്മൾ കണക്ട് ആയി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. പിന്നെ സംഗീത ചേച്ചിയിലൂടെ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. അത് എനിക്ക് അന്ന് ലാസ്റ്റ് ഷോട്ടിലെ കൈ പിടിച്ച് അല്ലെങ്കിൽ എന്നെ നോക്കുന്ന ഒരു നോട്ടത്തിന്റെ കണ്ണോട്ടമായിരുന്നു പറഞ്ഞു. അഭിനയിക്കുന്ന സിനിമയിലാണ് അച്ഛൻ്റെ കൂടെ ഇരുന്ന് സ്ക്രീനിൽ ഇരിക്കുന്നത് കാണാറുണ്ട്. അച്ഛനിൽ നിന്നും പഠിച്ച ഒരു പാഠം ഈ സിനിമയ്ക്ക് എത്രമാത്രം ഉപകാരമായി? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഞാൻ അച്ഛൻ്റെ സിനിമകളിൽ മാത്രമേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു പക്ഷെ അച്ഛൻ്റെ കൂടെ നിന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഞാൻ സെറ്റ് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ സെറ്റിൽ ഇത്രയും ആൾക്കാർ നിൽക്കുക, നമുക്ക് ഇമീഡിയറ്റ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ള ഒരു കാരണം ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഈ സിനിമ എനിക്ക് കിട്ടിയപ്പോൾ എങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് അത്തരം ചർച്ചകളുണ്ട്. ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. അച്ഛൻ്റെ വിലക്ക് തീരുന്നതിന് മുന്നേ കൂടെയുണ്ട്. അപ്പോൾ വളരെ നല്ല ബന്ധമാണ്. ഞങ്ങളെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന റൈറ്റേഴ്സിൽ ഒരാളെന്നുള്ള താങ്കളുടെ പേരാണ്. പിന്നെ സിനിമ പ്രതീക്ഷിച്ച് നമുക്ക് പോകാം എന്നൊരു ബ്രാൻഡ് ഉണ്ട്. ശരിക്കും പറയാൻ എത്രത്തോളം ആ ബ്രാൻഡ് നിലനിർത്താൻ കഷ്ടപ്പെടുന്നുണ്ട്? അല്ല, ഓരോ സിനിമ കഴിയുമ്പോൾ മാളികപ്പുറം കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ചെയ്യുമ്പോൾ യാത്ര അങ്ങനെയാണ് പോകുന്നത്. നല്ല ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് അതിനകത്ത് ചെയ്തത്. എങ്ങനെ ഉണ്ടാകുന്ന യാത്ര പല സ്ഥലങ്ങളിൽ